ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് എൻ്റെ നാട്ടിലുള്ള ഈ ഒരു അമ്പലത്തിലേക്ക് ഞാൻ പോണത്. ചുരുങ്ങിയത് ഒരു 2 വർഷമെങ്കിലും ആയിട്ടുണ്ടാവും ഞാൻ ഈ ഒരു അമ്പലത്തിലേക്ക് വന്നിട്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ചേഞ്ചസൊക്കെ അതിൻ്റേതായിട്ടുള്ളതുണ്ട്. അപ്പോൾ ഞാൻ വരുന്നത് അമ്പലത്തിൻ്റെ ഒരു സൈഡ് ഭാഗത്ത് കൂടിയാണ്. ഇതല്ല അമ്പലത്തിൻ്റെ എൻട്രൻസ്, ഇതാണ് അമ്പലത്തിൻ്റെ എൻട്രൻസ്. നല്ല ചുറ്റും കാടുകളൊക്കെ പിടിച്ചിട്ടുള്ളൊരു അമ്പലമാണ്, പുരാതനമായിട്ടുള്ളൊരു അമ്പലമാണ്. അപ്പോൾ അവിടെ ഇപ്പോൾ പുനരുദ്ധാരണ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. ഭഗവാൻ ശിവനാണ് ഈ അമ്പലത്തിൻ്റെ മെയിൻ പ്രതിഷ്ഠയായിട്ടുള്ളത്. ഈ അമ്പലത്തിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യാഗം ചെയ്തപ്പോൾ അതിൽ അഗ്നിയുടെ രൂപത്തിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ചിത്രങ്ങളെല്ലാം ഈ വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കില്ല, എനിക്ക് അവിടെ നിന്ന് ഒരു ആലില കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അതും കൊണ്ട് ഞാനിങ്ങനെ അമ്പലം വലം വയ്ക്കാൻ ഇറങ്ങിയാണ്. അപ്പുറത്തൊരു ആൽമരമുണ്ട്, അതും വലം വെച്ച് പുറത്തൊരു ശാസ്താവും പിന്നെ നാഗദൈവങ്ങളാണുള്ളത്. കുട്ടിക്കാലത്തൊക്കെ എക്സാമിന് മുമ്പായിട്ട് ഞാൻ ഈ അമ്പലത്തിൽ വന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് പോവാറ് കേട്ടോ. അപ്പോൾ ഓരോ എക്സാമിനും എനിക്ക് ഭയങ്കര ടെൻഷനായിട്ട് ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് എനിക്കത് പാസ്സാക്കി തരണേന്നൊക്കെ പറയും. പക്ഷേ എൻ്റെ എല്ലാ ന്യായമായിട്ടുള്ള എല്ലാ ആഗ്രഹങ്ങൾക്കും എൻ്റെ കൂടെ നിന്നിട്ടുള്ള ഒരു ഭഗവാനാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഞാൻ തിരിച്ചു പോവാണ്. കിട്ടിയാലില്ല എൻ്റെ ബോക്സിൽ